ഇപ്പത്തെ സാഹചര്യം എന്താണ്? ഇപ്പത്തെ സാഹചര്യം അങ്ങ് പോകുന്നു. റെഡി ടു മിങ്കിൾ ആണോ? അല്ലല്ല, റെഡി ടു മിങ്കിൾ ഒന്നും അല്ല. സിംഗിൾ അല്ലെന്ന്. സിംഗിളാ? ആ, റെഡി ടു മിങ്കിൾ അല്ല. എന്താണ്? എനിക്ക് എന്നെ തന്നെ നോക്കാൻ സമയം കിട്ടുന്നു. ഇനി വേറെ ഫോണും കൂടെ വിളിച്ച് 100 കാര്യം റെസ്ട്രിക്ഷൻസ്. ഞാൻ ഫോൺ എടുക്കാറില്ല. ഞാൻ ഈ കോളേജിലൊക്കെ ചിലപ്പോ പോകുമ്പോ തന്നെ ഫോൺ മറന്നു പോകും. എനിക്ക് ആകെപ്പാടെ ഫോൺ ആവശ്യമുള്ള ഒന്നെങ്കിൽ ഊബർ വിളിക്കാനായിരിക്കും, ഇല്ലെങ്കിൽ ജിപേ ചെയ്യാനായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളത് ഞാൻ ഇത് എടുക്കാറുള്ളൂ. ഞാൻ കോളേജിലേക്ക് ചെല്ലുമ്പോഴത്തേനും എടി ആ ഫോൺ എന്താ ഫോട്ടോ എടുക്കുന്നത്, ഞാൻ ഫോൺ ഉണ്ടോന്നില്ലെന്ന് തോന്നുന്നു, ഫോൺ തപ്പുന്നില്ല. എന്റെ എടി നിനക്കൊക്കെ എന്ത് ഉള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരും, ഫോൺ മാത്രം കൊണ്ടുവരത്തില്ല. അവർക്കൊക്കെ ഭയങ്കര ഇതാ, ലൈക്ക് അവരെന്ത് പറഞ്ഞാലും ഫോൺ എടുക്കും. കയ്യിൽ ഫോൺ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ചില സംശയങ്ങൾ ഇപ്പൊ ചോദിക്കാൻ പോവാ. ഫേവറേറ്റ്സിലെ 3 കോണ്ടാക്ടുകൾ ആരൊക്കെയാ, അല്ലെങ്കിൽ വേണ്ട 5 കോണ്ടാക്ട് ആരൊക്കെയാണെന്ന് ഇപ്പൊ പറയും. ഫേവറേറ്റ്സോ? ഫേവറേറ്റ്സ് ഇല്ല അല്ലേ? അല്ലെങ്കിൽ അത് ശരി, ഫ്രീക്വന്റ്ലി കോണ്ടാക്ട് ലാസ്റ്റ് ആയിട്ട് വിളിച്ചാണോ? എങ്കിൽ ലാസ്റ്റ് ആയിട്ട് വിളിച്ച ഒരു 5 കോണ്ടാക്ട് ഇപ്പൊ പറയും. ഇവിടെ കോർഡിനേഷൻ ചെയ്ത ചേച്ചി, പിന്നെ എന്റെ ഊബർ ചേട്ടൻ. ഒന്നുമില്ല, ഞാൻ അല്ലാതെ അനശ്വര നേരത്തെ വിളിച്ച്. പിന്നെ ഏതൊരു ഇത് മഞ്ജു ചേച്ചി കോർഡിനേറ്റർ വിളിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അറിയായിരുന്നു. പിന്നെ അമ്മ വിളിച്ചിട്ടുണ്ട്. പിന്നെ റോസ്നായിരുന്നു എന്നെ അവളെ കൂട്ടാൻ വന്നേ. അപ്പൊ റോസ്നെ 3-4 വർഷം വിളിച്ചിട്ടുണ്ട്. ആ ഫോണില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് അപ്പൊ ഏതാണ്? ഒന്ന് നെറ്റ്ഫ്ലിക്സ്, പിന്നെ ഊബർ, പിന്നെ ജിപേ, പിന്നെ ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാം ഇല്ല, കൃത്യമായിട്ടൊന്നും അല്ല. എനിക്ക് ഈ പടത്തിന്റെ ഒക്കെ കാര്യം വരുമ്പോഴത്തേന് നമുക്ക് എപ്പോഴും സ്റ്റോറി എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് എപ്പോഴും. ഇൻസ്റ്റാഗ്രാമിൽ ഐ ലവ് യു മെസ്സേജുകൾ വരാറുണ്ടോ? വന്നിട്ടുണ്ട്. ആ മെസ്സേജുകൾക്ക് എന്തെങ്കിലും മറുപടി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അത് കണ്ടും ബ്ലഷ് ചെയ്യാറ്. ഐ ലവ് യു എന്നായിട്ടല്ല, എനിക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. അങ്ങനെ ഒരു ഏതെങ്കിലും അങ്ങനെ നല്ല ഇത് പറഞ്ഞേക്കുന്ന മെസ്സേജുകൾക്ക് എന്തെങ്കിലും മറുപടി അയക്കാറുണ്ടോ? നല്ല ഞാൻ അങ്ങനെ റിക്വസ്റ്റുകൾ എന്ന് വെച്ചാൽ കുറെ റിക്വസ്റ്റ് വരുന്ന കിടക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ചിലപ്പോ ഒരു നല്ല മെസ്സേജസും ലൈക്ക് ഇങ്ങനെ പടം കണ്ടായിരുന്നത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേന് അങ്ങനെ ഞാൻ റിപ്ലൈ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ. ഒഴിവുവേളകൾ ആനന്ദകരമാക്കാനായിട്ട് മമിത എന്താണ് ചെയ്യാറുള്ളത്? വെറുതെ ഇരിക്കും. വെറുതെ ഇരിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഇല്ല, അതുകൊണ്ടാണ് ഈ ഒഴിവുവേള എന്ന് പറയുമ്പോ തന്നെ ഹായ് കുറച്ചു നേരം ചുമ്മാ ഇരിക്കാം, കുറച്ചേരം ഉറങ്ങാൻ, ആ ഒരു മൈൻഡാണ് ഇപ്പോ. നേരത്തെ ഒക്കെ എനിക്ക് വെറുതെ സമയം കിട്ടുമ്പോഴത്തേനും ഈ ക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമായിരുന്നു. അതായിരുന്നു മെയിൻ പരിപാടി. ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, ഉറങ്ങിയാൽ മതി. സീരിയസ്ലി ലൈക്ക് ഞാൻ ആ എക്സാമിന്റെ സമയത്തൊക്കെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 2-3 ആഴ്ച എനിക്ക് ഒട്ടും ഉറക്കമൊന്നുമില്ലായിരുന്നു. അപ്പം ഈ എക്സാമിന്റെ സമയത്ത് നമ്മൾ പാസ് ആവണല്ലോ, ലൈക്ക് 48 hours ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ആകപ്പാടെ എടുത്തിരിക്കുന്ന 20 minutes പവർ നാപ്പ ആ 2 ദിവസം കൊണ്ട്.